ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് അഹ്കാമുൽ ഇസ്ലാം, ഇപ്പോൾ ഫിഖ്ഹുൽ ഇസ്ലാം എന്ന പേരിലാണ് ആ പാഠബുക്കുള്ളത്. അപ്പം അതിൻ്റെ കുറച്ച് പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിൻ്റെ റിവിഷനായിട്ട് ഈ ചോദ്യ പേപ്പർ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ചോദ്യ പേപ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് ഫോട്ടോ ആയിട്ടാണ് ലഭിച്ചത്. അപ്പോൾ അത് ക്ലിയർ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഫോട്ടോ ആയിട്ട് ഉൾപ്പെടുത്താൻ കഴിയാത്തത്. കുട്ടികൾ അയച്ച ഫോട്ടോ അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ഓരോ ക്ലിയറുകളുള്ളൂ. അവർക്ക് നടത്തിയ എക്സാമിൻ്റെ ചോദ്യ പേപ്പറൊക്കെ എനിക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ അവർക്ക് മദ്രസയിൽ മോഡൽ എക്സാമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ എഴുതിയ എക്സാമിൻ്റെ പേപ്പർ അയച്ചു തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചോദ്യങ്ങൾ വോയിസ് ആയിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ 1 മുതൽ 6ാമത്തെ ചോദ്യം വരെ കോളത്തിൽ ടിക്ക് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ 1ാമത്തെ ചോദ്യം വന്നത് ഒരു സോ എത്രയാണ് എന്നാണ്. ഒരു സോ എത്രയാണ്? അപ്പോൾ നിങ്ങൾ 4ാമത്തെ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സോ അഥവാ 4 മുദ്ദാണ്. ഒരു സോ 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്ററാണ്. മനസ്സിലാക്കുക, ഒരു സോ 4 മുദ്ദാണ്. അപ്പോൾ അവിടെ ഒരു സോ എന്നതിന് 4 മുദ്ദ് എന്നതാണ് ടിക്ക് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. അടുത്ത ചോദ്യം വരുന്നത് എന്താണ്? പെരുന്നാൾ നിസ്കാരം കഴിയും വരെ ഫിത്ർ സക്കാത്ത് പിന്തിക്കൽ. പെരുന്നാൾ നിസ്കാരം വരെ പിന്തിക്കൽ കറാഹത്താണ്. മനസ്സിലാക്കുക, കറാഹത്ത് എന്നുള്ളതാണ് അവിടെ ശരി. അതുപോലെ പെരുന്നാൾ പകൽ കഴിയും വരെ, അതായത് പെരുന്നാൾ ദിവസത്തിൻ്റെ പകൽ കഴിയും വരെ പിന്തിക്കൽ ഹറാമുമാണ്. മനസ്സിലാക്കുക. അടുത്തത് സക്കാത്തിൻ്റെ അവകാശികൾ എത്ര പേരാണ് സക്കാത്തിൻ്റെ അവകാശികൾ എന്നാണ്. ഇവിടെ ഓപ്ഷൻ 9, 7, 8 ഒക്കെ ഉണ്ട്. അപ്പം എത്രയാണ്? 8 പേരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. അപ്പോൾ സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെ എന്ന ചോദ്യവും വരുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ്? ഫക്കീർ, മിസ്കീന്, കടമുള്ളവൻ, യാത്രക്കാരൻ, പൊതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, യോദ്ധാവ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ 3ാമത്തെ ചാപ്റ്ററിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അടുത്ത ചോദ്യം, 20 മിസ്കാൽ ഏകദേശം എത്രയാണ്? 20 മിസ്കാൽ ഏകദേശം 85 ഗ്രാം തൂക്കമാണ്. 20 മിസ്കാൽ ഏകദേശം 85 ഗ്രാം തൂക്കമാണ്. അടുത്ത ചോദ്യം, മരിച്ചവരുടെ മേലിൽ ഓതണം. മരിച്ചവരുടെ മേലിൽ ഓതണം എന്ത്? ഇഖ്റോ സൂറത്ത് യാസീൻ അലാ മൗതാക്കും. മരിച്ചവരുടെ മേൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതണം. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. അടുത്തത്, മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര തക്ബീറുകളുണ്ട്? മയ്യിത്ത് നിസ്കാരത്തിൽ 4 തക്ബീറുകളാണുള്ളത്. മയ്യിത്ത് നിസ്കാരത്തിൽ 4 തക്ബീറുകളാണുള്ളത്. അടുത്തത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു. 4ാം തക്ബീറിന് ശേഷം, മയ്യിത്ത് നിസ്കാരത്തിലെ 4ാം തക്ബീറിന് ശേഷം ദുആ ചൊല്ലണം. ആ ദുആ ആണ് ഇവിടെ പറയുന്നത്. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു ഡാഷ്. അപ്പോൾ അവിടെ എന്ത് എഴുതണം? അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. 4ാം തക്ബീറിൽ ശേഷം ചൊല്ലേണ്ട ദുആ. തുടർന്ന് സലാം വീട്ടണം. 4ാം തക്ബീറിന് ശേഷമാണ് സലാം വീട്ടേണ്ടത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നതാണ്. ഇഖ്റ സൂറത്ത് ഡാഷ് അലാ മൗതാക്കും യാസീൻ. ഇഖ്റ സൂറത്ത് യാസീൻ അലാ മൗതാക്കും. ഇഖ്റ സൂറത്ത യാസീൻ അലാ മൗതാക്കും. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മനസ്സിലാക്കുക. അടുത്തത്, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി ഡാഷ് കൂടുതൽ ഓർക്കുന്നവനാണ്. എന്താണ്? മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്.
ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. നിങ്ങൾ ഒന്നാമത്തെ പാഠത്ത് പറയുന്നതാണ്. അടുത്ത ചോദ്യം, സക്കാത്ത് നൽകുന്നവൻ ഡാഷ് സമ്പാദിക്കുന്നവരാണ്. സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. അടുത്തത്, കച്ചവടത്തിൻ്റെ നിസാബ് ഡാഷ് നിസാബാണ്. എന്താണ്? കച്ചവടത്തിൻ്റെ നിസാബ് വെള്ളിയുടെ നിസാബാണ്. വെള്ളിയുടെ നിസാബാണ്. അതാണ് അവിടെ എഴുതേണ്ടത്. കച്ചവടത്തിൻ്റെ നിസാബ് വെള്ളിയുടെ നിസാബാണ്. മനസ്സിലാക്കുക. അടുത്തത്, ഒരു മുദ്ദ് ഡാഷ് മില്ലി ലിറ്ററാണ്. ഒരു മുദ്ദ് 800 മില്ലി ലിറ്ററാണ്. ഒരു മുദ്ദ് 800 മില്ലി ലിറ്ററാണ്. അടുത്തത് ഇവിടെ മാച്ച് ചെയ്യാൻ വന്നതാണ്. എന്താണ്? ഒരു സോ എന്ന് പറഞ്ഞാൽ 4 മുദ്ദ്. ഒരു സോ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. അടുത്ത ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ. 800 മില്ലി ലിറ്റർ. അപ്പോൾ അതിൻ്റെ ലെറ്ററാണ് നമുക്ക് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഞാനത് ആൻസർ മാത്രം പറയുന്നുള്ളൂ, മനസ്സിലാക്കുക. അടുത്തത്, ഒരു കീറാത്ത്. ഒരു കീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉഹുദ് മലയോളം. 2 കീറാത്ത് പറഞ്ഞാൽ 2 ഉഹുദ് മലയോളം പ്രതിഫലം. മനസ്സിലാക്കുക. അടുത്തത്, അല്ലാഹുമ്മ ആമിൻഹു. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. തസ്ബീത്തും തൽക്കീനും. മയ്യിത്തിന് വേണ്ടി തൽക്കീനും തസ്ബീത്തും ചൊല്ലുന്നത്. അത് നന്നായി പഠിക്കുക. ഇതുപോലെ മാച്ച് ചെയ്യാൻ വരും, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അപ്പം അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. പിന്നെന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരാളുടെ മരണവാർത്തയോ അപകടങ്ങളൊക്കെ അറിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നതാണ് എന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പം അത് അതിലേക്ക് മാച്ച് ചെയ്യാം. അടുത്തത്, വെള്ളിയുടെ നിസാബ്. വെള്ളിയുടെ നിസാബ് 595 ഗ്രാം. വെള്ളിയുടെ നിസാബ്. അപ്പം അത് മാച്ച് ചെയ്യാം, മനസ്സിലാക്കുക. അടുത്തത്, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഫിത്ർ സക്കാത്ത് പെരുന്നാളിൻ്റെ പകൽ കഴിഞ്ഞ് പിന്തിക്കൽ. പെരുന്നാളിൻ്റെ പകൽ കഴിഞ്ഞ് പിന്തിക്കൽ ഹറാമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടുത്തത് എന്താണ്? എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? അത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് നൽകണം. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നൽകണം, മനസ്സിലാക്കുക. അടുത്തത്, 200 ദിർഹം എത്ര ഗ്രാമാണ്? 200 ദിർഹം 595 ഗ്രാമാണ്. 200 ദിർഹം 595 ഗ്രാം വെള്ളിയുടെ നിസാബാണ്. അടുത്തത് എന്താണ്? ഹലാലായ ആഭരണത്തിന് സക്കാത്ത് ഉണ്ടോ? ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല, മനസ്സിലാക്കുക. അടുത്തത്, മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? മയ്യിത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തഹ്ലീലോട് കൂടിയാണ് കൊണ്ടുപോവേണ്ടത്, മനസ്സിലാക്കുക. അടുത്തത്, എല്ലാ അനുഭൂതികളെയും അവസാനിപ്പിക്കും. എന്ത്? എല്ലാ അനുഭൂതികളെയും അവസാനിപ്പിക്കും. എന്താണ്? മരണം. എല്ലാ അനുഭൂതികളെയും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക, മനസ്സിലാക്കുക. അക്സിറു ദിക്ര ഹാദിമുൽ ലദാത്തിൽ മൗത്ത്. എല്ലാ അനുഭൂതികളെയും അവസാനിപ്പിക്കുന്നത് മരണം, മനസ്സിലാക്കുക. അടുത്തത്, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. എന്താണ്? ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ആർക്കാണ്? പെരുന്നാൾ പകലിലെയും രാത്രിയിലെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവക്കുള്ള പണം കഴിഞ്ഞ് മിച്ചമുള്ളവൻ തൻ്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ആർക്കെന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ പകലിലെയും രാത്രിയിലെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവക്കുള്ള പണം കഴിച്ച് മിച്ചമുള്ളവൻ തൻ്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. അടുത്തത്, സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെ? നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഫക്കീർ, മിസ്കിന്. അപ്പം അത് നിങ്ങളെ 3-ാമത്തെ ചാപ്റ്ററിൽ നന്നായിട്ട് പഠിക്കുക. അടുത്തത്, ഒരാൾ മരണപ്പെട്ടാൽ
ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഒരാൾ മരണപ്പെട്ടാൽ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലി മയ്യിത്തിന്റെ 2 കണ്ണുകൾ അടച്ചു കൊടുക്കുക. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മൂർധാവിലേക്ക് കെട്ടിവെക്കുക. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യിത്തിനെ പുതപ്പിക്കുക. അവയവങ്ങളെല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തുക. ഒരാൾ മരിച്ച ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചോദ്യം, മരണത്തെ കൊതിക്കാൻ പാടില്ല, പകരം എന്താണ് ദുആ ചെയ്യേണ്ടത്? മരണത്തെ കൊതിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഹൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറൻ ലീ. അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതം ഗുണകരമാക്കുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ, മരണം ഹൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. മരണത്തെ കൊതിക്കാൻ പാടില്ല, ദുആ ചെയ്യേണ്ടത് ഇതാണ്, മനസ്സിലാക്കാം. അടുത്തതെന്താണ്? ഈ കാര്യങ്ങൾ മേലിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ആ കാര്യങ്ങൾ ഏതെല്ലാം? അപ്പം നിങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്. ആദ്യത്തിൽ ഒരു ദിവസം പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ചവൻ, ജനാസയെ അനുഗമിച്ചവൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയവൻ, രോഗിയെ സന്ദർശിച്ചവൻ, ഈ കാര്യങ്ങളെല്ലാം മേളിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ചെയ്തവർ സ്വർഗത്തിൽ പ്രവേശിക്കും, മനസ്സിലാക്കുക. അടുത്തത്, ഏതെല്ലാം സമ്പത്തിലാണ് സക്കാത്ത് നിർബന്ധം? സക്കാത്ത് നൽകേണ്ടത് ഏതെല്ലാം സമ്പത്തിനാണ് സക്കാത്ത് നൽകേണ്ടത്? സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം എന്നിവയ്ക്കാണ് സക്കാത്ത് നിർബന്ധമുള്ളത്, മനസ്സിലാക്കുക. അടുത്തത്, എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക? എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക? ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. അടുത്തത് എന്താണ്? എന്തിനാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത്? എന്തിനാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത്? നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും അത് ശുദ്ധീകരിക്കും. അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ്. നോമ്പിലുള്ള തെറ്റുകളും അനാവശ്യങ്ങളും അത് ശുദ്ധീകരിക്കും. അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ്. 3 തവണ മണ്ണ് വാരിയിടുമ്പോൾ എന്ത് ചൊല്ലണം? മയ്യിത്തിന് മേലെ 3 തവണ മണ്ണ് വാരിയിടും. അപ്പോൾ എന്താ ചൊല്ലേണ്ടതെന്നാണ്. എന്താണ്? മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് ചൊല്ലി 3 തവണ മണ്ണ് വാരിയിട്ടു, മനസ്സിലാക്കുക. അടുത്തത് 5 വരിയിൽ കുറയാതെ എഴുതാനാണ് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ദുആ. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ദുആ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ 2ാമത്തെ പാഠബുക്കിൽ പറയുന്നുണ്ട്. 2ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നന്നായി പഠിക്കുക. അവസാനം 5 വരിയിൽ കുറയാതെ എഴുതാൻ വരുന്നത് മനസ്സിലാക്കുക. മയ്യിത്ത് നിസ്കാരത്തെ കുറിച്ചിട്ട് എഴുതാൻ വരും. സക്കാത്തിനെ കുറിച്ചിട്ട് എഴുതാൻ വരും. സക്കാത്തുകൾ എത്ര ഇനം, ഏതെല്ലാം, അതിനെ കുറിച്ചിട്ട് എഴുതുക. സക്കാത്ത് 2 ഇനം, മുതലിൻ്റെ സക്കാത്തും ശരീരത്തിൻ്റെ സക്കാത്തും. പിന്നെ മയ്യിത്ത് നിസ്കാരത്തെ കുറിച്ചിട്ട് അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. മയ്യിത്ത് നിസ്കാരങ്ങൾക്ക് 4 തക്ബീറാണുള്ളത്. 4 തക്ബീറാണുള്ളത്. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും 2-ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും ചൊല്ലണം. 3-ാം തക്ബീറിന് ശേഷം ദുആവും 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും തുടർന്ന് സലാം വീട്ടുകയും വേണം. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. അതുപോലെ മയ്യിത്ത് മറവ് ചെയ്യേണ്ട രൂപം. അപ്പോൾ ഏതാണ് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഫസ്റ്റത്തെ 4 പാഠഭാഗത്തു നിന്നാണ് ഈ ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾ വന്നത്. അപ്പം ബാക്കിയുള്ള പാഠങ്ങളുടെ ചോദ്യപേപ്പറുകളും
നമുക്ക് ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യണം. എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇതിൽ വരാത്ത ചോദ്യങ്ങളൊക്കെ ഈ പാഠഭാഗത്തിലുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ മുമ്പൊരു റിവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഒന്ന് എൻ്റെ മൊബൈൽ നമ്പറിലോ അല്ലെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടെയോ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. ഇനിയിപ്പോൾ ഇന്നിട്ട ചോദ്യപേപ്പർ ഫോട്ടോ ആയിട്ട് ഫോണിൽ വന്ന് ക്ലിയർ കുറവാണ്, എന്നാലും അത് ഫോട്ടോ ആയിട്ട് വേണ്ടവർ എൻ്റെ മൊബൈൽ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. അപ്പോൾ കുട്ടികൾ എഴുതിയ ചോദ്യപേപ്പറാണ്, അതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് എഴുതി പഠിക്കാനൊന്നും കഴിയൂല. അപ്പോൾ അത് വായിച്ച് ഉത്തരം പറയാൻ വേണ്ടവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.